ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 25-ാം ദിവസം. ലങ്കയിൽ രാവണന്റെ കൊട്ടാരത്തിൽ വിഭീഷണൻ ഏട്ടനെ മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൽ തട്ടി രാവണന്റെ മനസ്സിന് മാറ്റമുണ്ടായാലോ എന്നുള്ള ചിന്തയാണ് ഇങ്ങനെയുള്ള ഒരു സമീപനത്തിന് വിഭീഷണനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, നേരത്തെ നടന്ന യോഗത്തിൽ രാവണന്റെ അപദാനങ്ങളെ വാഴ്ത്തിയാണ് പാർശ്വവർത്തികൾ സംസാരിച്ചിട്ടുള്ളത്. അത് രാവണനിൽ ഒരുതരം വിജ്ഞാന അന്ധത സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് മാറ്റി ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് രാവണന് യഥാർത്ഥ ബോധം ഉണ്ടാക്കണം. അതിനു വേണ്ടി കൂടിയാണ് വിഭീഷണൻ പരിശ്രമിക്കുന്നത്. വിഭീഷണ പ്രസംഗത്തിൻ്റെ തുടർഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അല്ലയോ ഏട്ടാ, നാം മാത്രമല്ല പ്രപഞ്ചം മുഴുവനും ആദരിക്കുന്ന വസിഷ്ഠരെ വേദം പഠിപ്പിച്ചു തന്നില്ല എന്ന ഒരൊറ്റ കാരണത്താൽ അങ്ങ് ബന്ധനസ്ഥനാക്കി. ഒരു സൂര്യകുല രാജാവിനാൽ അങ്ങേക്ക് നാശമുണ്ടാകട്ടെ എന്ന വസിഷ്ഠശാപവും അങ്ങ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ശരീരത്തിൽ 8 വളവുകളുള്ള അഷ്ടാവക്ര മുനിയുടെ വൈകല്യത്തെ പരിഹസിക്കുകയും ഒരൊറ്റ ചവിട്ടിനാൽ വളവുകളെല്ലാം ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞ് ആ മുനിയെ ആഞ്ഞു ചവിട്ടിയപ്പോൾ ഒരു നാൾ ചപലകവികൾ നിന്നെ പാതാതികേശം ചവിട്ടി മെതിക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള അഷ്ടാവക്ര ശാപവും അങ്ങ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തൻ്റെ ഗുരുവിന് അഭിഷേകം ചെയ്യാൻ ദത്താത്രേയ മുനി തയ്യാറാക്കി വച്ചിരുന്ന തീർത്ഥജലം കൊണ്ട് അങ്ങ് സ്വയം അഭിഷേകം ചെയ്തപ്പോൾ നിന്റെ ശിരസ് വാനരന്മാർ ചവിട്ടി അശുദ്ധമാക്കട്ടെ എന്ന ദത്താത്രേയ മുനിയുടെ ശാപവും അങ്ങയിലുണ്ട്. ഏട്ടാ, അങ്ങ് ഭാര്യാസമേതം വിമാനയാത്ര നടത്തുമ്പോൾ മാണ്ഡവ്യ മഹർഷി മാനിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉപദ്രവിക്കുക കാരണം വാനരന്മാരാൽ നിനക്കും ഇപ്രകാരം മർദ്ദനമേൽക്കട്ടെ എന്നുള്ള ശാപവും അങ്ങ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രണവമന്ത്രാർത്ഥം പറഞ്ഞു തരാത്തതിൻ്റെ പേരിൽ നാരദമുനിയുടെ നാവ് മുറിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ നീ ഒരു മനുഷ്യനാൽ മരിക്കട്ടെ എന്നുള്ള നാരദ ശാപവും അങ്ങയിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. യോഗദണ്ഡിൽ ശിരസ് താങ്ങിക്കൊണ്ട് തപസ്സു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന മൗൽഗല്യമുനിയെ യോഗദണ്ഡ് വെട്ടിമാറ്റി ഉപദ്രവിച്ചപ്പോൾ അതിപ്രധാനമായ സമയത്തിങ്കൽ നിന്റെ ചന്ദ്രഹാസം ഫലിക്കാതെ പോകട്ടെ എന്ന ശാപവും അങ്ങയിൽ വിരാജിക്കുകയാണ്. അഗ്നിയുടെ ഭാര്യ സ്വാഹയെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയാൽ നിന്റെ മുമ്പിൽ വെച്ച് നിന്റെ ഭാര്യയെ വാനരന്മാർ അപമാനിക്കട്ടെ എന്നുള്ള ശാപവും അങ്ങ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ബൃഹസ്പതി ഗുരുവിൻ്റെ മകൾ സുലേഖാദേവിയെ അപമാനിക്കുവാൻ ശ്രമിച്ചപ്പോൾ കാമബാണമേറ്റ് മതിക്കുന്ന രാവണ, നീ രാമബാണമേറ്റ് മരിക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള ബൃഹസ്പതി ശാപവും അങ്ങയിൽ പതിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രി പുഞ്ചികാദേവിയെ അപമാനിച്ചതിനാൽ മേലിൽ സമ്മതമില്ലാതെ ഒരു സ്ത്രീയെ തൊട്ടുപോയാൽ 10 തലയും പൊട്ടിത്തെറിച്ച് നീ മരിക്കട്ടെ എന്ന
ബ്രഹ്മശാപവും അങ്ങയിൽ നിബന്ധിതമായിട്ടുണ്ട്. കുശധ്വജ ബ്രാഹ്മണന്റെ ഏകമകൾ വേദവതി സാക്ഷാൽ മാധവനെ ഭർത്താവായി ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ തപസ്സു ചെയ്യുമ്പോൾ അവളെ അപമാനിച്ച അങ്ങയെ ഞാൻ മുഖേന നിന്റെ മരണം സംഭവിക്കട്ടെ എന്ന വേദവതി ശാപവും അങ്ങയിൽ നിക്ഷിപ്തമാണ്. സീതാദേവിയുടെ ജനനത്തിന് തന്നെ കാരണമായിട്ടുള്ളതാണ് ഈ ശാപം. ഇങ്ങനെയുള്ള ശാപവചസ്സുകൾ ഇവിടെ വിസ്തരിച്ചു പറയുവാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണവുമുണ്ട്. അത് കണ്ടെത്താനുള്ള ചുമതല പ്രിയപ്പെട്ട രാമഭക്തന്മാരെ ഏൽപ്പിക്കുകയാണ്. അത് കണ്ടെത്തി ഇതുമായി ചേർത്ത് പഠിച്ചാലേ ആശയപൂർണത വരികയുള്ളൂ. പലതരത്തിലും പല ഭാവത്തിലും വിനാശകരമായ യുദ്ധം ഒഴിവാക്കുവാനായി വിഭീഷണൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വിജയം പ്രാപിച്ചില്ല എന്ന് മാത്രമല്ല, വിഭീഷണന് ലങ്ക വിട്ടു പോവേണ്ടതായും വന്നു ചേർന്നു. 4 മന്ത്രിമാരോടുകൂടി വിഭീഷണൻ അഭയത്തിനായി ശ്രീരാമചന്ദ്രനെ സമീപിക്കുകയാണ്. ഹനുമാൻ ഒഴിച്ചുള്ള വാനര സൈന്യം സർവരും അതിനെ എതിർക്കുകയുമാണ്. കാരണം സുഗ്രീവൻ തന്നെ രാമനോട് പറയുകയാണ്, അല്ലയോ രാമഭഗവാനെ, ഒന്നാമത് വിഭീഷണൻ രാക്ഷസ വംശത്തിൽപ്പെട്ടവനാണ്. രണ്ടാമത് രാവണൻ്റെ സഹോദരനുമാണ്. മൂന്നാമത് മായവശമുള്ളവനാണ്. നാലാമത് ആയുധമാണിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രജാക്ഷേമ തൽപരനായ അങ്ങ് ഇവർക്ക് അഭയം കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാം ഉറങ്ങിക്കിടക്കുന്ന വേളയിലെങ്കിലും ഈ ചതിയന്മാർ നമ്മെ ഉപദ്രവിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ അഭയം നൽകരുത് എന്നാണ് അങ്ങയോട് എനിക്ക് പറയാനുള്ളത്. അത് കേട്ട് ഹനുമാൻ രാമനോട് പറയുകയാണ്, മഹാപ്രഭോ, അസുരവംശത്തിൽപ്പെട്ടവരെല്ലാവരും അധമന്മാരായി തീരുകയില്ല. അവരിലും നല്ലവരുണ്ടാവും. അതിനാൽ വിഭീഷണന് അഭയം നൽകണമെന്നാണ് എൻ്റെ പക്ഷം. ഒന്നാലോചിച്ചു നോക്കുക. ഒരേയൊരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രീരാമന് പിന്നിൽ അണിനിരന്നവരാണ് വാനര സൈന്യം. ആ സൈന്യത്തിൽ ഇതാ ഭിന്നാഭിപ്രായം ഉടലെടുത്തിരിക്കുന്നു. അതും പ്രഗത്ഭന്മാരായ സുഗ്രീവനിൽ നിന്നും ഹനുമാനിൽ നിന്നുമാണ്. ഒരു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യമാണ് സർവപ്രധാനം. വിശ്വാമിത്രനിൽ നിന്ന് 47 അസ്ത്രവിദ്യകളും സ്വായത്തമാക്കിയിട്ടുള്ള ശ്രീരാമചന്ദ്രന് ഇക്കാര്യത്തിൽ സുവ്യക്തമായ ബോധമുണ്ട്. രാമൻ, സുഗ്രീവൻ, അംഗദൻ, ജാംബവാൻ, ഹനുമാൻ എന്നിവരെ തൻ്റെ മുൻപാകെ വിളിച്ചു വരുത്തി. വാനര പ്രമാണിമാരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോടായി ഒരു കഥ പറയുകയാണ്. ഒരിക്കൽ ഒരു മരക്കൊമ്പിൽ 2 ഇണക്കുരുവികൾ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നേരം സായം സന്ധ്യയായിരിക്കുന്നു. അപ്പോൾ അതുവഴി ഒരു വേടൻ വരികയാണ്. അവനാണെങ്കിലോ വിശന്ന് തളർന്നിരിക്കുകയാണ്. രാവിലെ മുതൽ ഇതുവരെ അവൻ അമ്പും വില്ലുമായി നടക്കുകയായിരുന്നു. പക്ഷേ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ആ കുരുവികൾ വസിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് അവനും തളർന്നിരിക്കുന്നത്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ മരക്കൊമ്പിൽ പക്ഷികളുടെ കിന്നാരം അവൻ കേൾക്കുകയാണ്. മുകളിലേക്ക് നോക്കുകയാണ്. 2 ചെറിയ പക്ഷികൾ. അതാണെങ്കിൽ അത് തന്നെ, തൽക്കാലം വിശപ്പ് മാറ്റാമല്ലോ. ഈ ചിന്ത വേടനിൽ ഉണർന്നു വരികയാണ്. അവൻ ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ എയ്തു വീഴ്ത്തുകയാണ്. നിലത്ത് വീണ് പിടയുന്ന ഇണക്കിളിയെ കണ്ട് ആൺകിളി നെഞ്ചുപൊട്ടി കരയുകയാണ്. അന്നേരം കാട്ടാളൻ ജീവൻ വെടിഞ്ഞ ആ പക്ഷിയെ കയ്യിലെടുത്തു. ചുട്ടു തിന്നാൻ അവിടെ അഗ്നിയില്ല.
ആഹാരം കിട്ടിയെങ്കിലും അത് വേവിച്ചു കഴിക്കുവാൻ സാധിക്കാത്ത ദുഃഖത്തിൽ ആ പക്ഷി മരച്ചുവട്ടിൽ തന്നെ ആ പക്ഷിയെയും കൊണ്ട് വേടൻ മരച്ചുവട്ടിൽ തന്നെ ചെന്നിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിരിക്കുന്ന ആൺകിളിക്ക് വലിയ സങ്കടമായി. ഞാൻ ഇങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോൾ താഴെ ഒരു മനുഷ്യൻ വിശന്ന് അവശനായിരിക്കുന്നതിൽ ആ കിളിക്ക് അതീവമായ ദുഃഖമുണ്ടായി. അത് എവിടേക്കോ പറന്നുപോയി ഒരു കനൽക്കട്ട കാട്ടാളൻ ഇരിക്കുന്നതിനിടത്ത് കൊണ്ടുപോയി ഇട്ടുകൊടുത്തു. കാട്ടാളൻ അതിൽ നിന്ന് തീ പിടിപ്പിച്ച് പക്ഷിയെ ചുട്ടു തിന്നുകയാണ്. എന്നിട്ടും വിശപ്പ് മാറിയിട്ടില്ല. അസ്വസ്ഥനായ വേടൻ വൃക്ഷച്ചുവട്ടിലിരുന്ന് വിശപ്പ് കൊണ്ട് എരിപിരി കൊള്ളുകയാണ്. അത് കണ്ടു നിന്ന ആൺകിളി വേടൻ്റെ ചേഷ്ടകളിൽ മനം നൊന്ത് പരോപകാരാർത്ഥം തന്നെക്കൊണ്ട് ചെയ്യുവാൻ ഇതു മാത്രമേ സാധിക്കൂ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വിശപ്പടക്കുന്നതിന് വേണ്ടി ഒരുവൻ്റെ വിശപ്പടക്കാൻ കഴിയുന്നതിൽ പരം വേറെയൊരു പുണ്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് സ്വയം എടുത്ത് ചാടുകയാണ്. കാട്ടാളൻ അതിനെയും ചുട്ടു തിന്ന് വിശപ്പ് ഒരുവിധം അടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വാനരശ്രേഷ്ഠന്മാരെ, ആശ്രിത സംരക്ഷണാർത്ഥം ഒരു പക്ഷി പോലും ഇത്തരം ത്യാഗം ചെയ്യുമ്പോൾ കുറെ കൂടെ മെച്ചപ്പെട്ട നാം ഇതിൽ പരം ചെയ്യേണ്ടവരല്ലേ? അതുകൊണ്ട് ഞാൻ ഇതാ വിഭീഷണന് അഭയം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സുഗ്രീവ, അങ്ങ് തന്നെ പോയി അവരെ സ്വീകരിച്ചു കൊണ്ടുവരിക. മനസ്സ് തെളിഞ്ഞ സുഗ്രീവാദികൾ വിഭീഷണനെയും മന്ത്രിമാരെയും സ്വീകരിച്ച് രാമൻ്റെ മുമ്പാകെ കൊണ്ടുവരികയാണ്. അന്നു മുതൽ വിഭീഷണൻ രാമപക്ഷത്ത് ഒരു അവിഭാജ്യ ഘടകമായി വർത്തിക്കുകയുമാണ്. കാര്യങ്ങൾ ഇങ്ങനെ നടക്കവേ രാവണൻ ശുഗൻ എന്ന വിശ്വസ്തനായ തൻ്റെ ചാരനെ വിളിച്ച് ഒരു സന്ദേശം അറിയിക്കുവാൻ വാനരന്മാരുടെ സമീപത്തേക്ക് പറഞ്ഞയക്കുകയാണ്. പക്ഷിരൂപം ധരിച്ച ശുഗൻ വാനര സൈന്യത്തിൻ്റെ പാളയത്തിൽ ചെന്ന് സുഗ്രീവന് സന്ദേശം കൈമാറിയിരിക്കുകയാണ്. രാവണൻ്റെ സന്ദേശമാണിത്: നാം തമ്മിൽ യാതൊരു വിരോധവുമില്ല. രാമൻ്റെ പത്നിയെ ഞാൻ കട്ടുകൊണ്ടുവന്നതിൽ നിനക്കൊരു കാര്യവുമില്ല. അല്പന്മാരായ മനുഷ്യന്മാരുമായി കൂട്ടുപിടിച്ച് ദേവന്മാരാൽ പോലും അപ്രാപ്യമായ എൻ്റെ ലങ്കയിൽ വന്ന് ആക്രമം കാണിക്കരുത്. ഉടൻ നാട്ടിലേക്ക് തിരിച്ചു പോവുക. സന്ദേശം കൈമാറേണ്ട താമസം വാനരന്മാർ അവനെ പിടിച്ച് മർദ്ദിക്കുവാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് അവിടെ എത്തിയ രാമൻ ശുഗനെ ബന്ധനസ്ഥനാക്കാൻ നിർദ്ദേശിക്കുകയാണ്. വിവരമറിഞ്ഞ രാവണൻ ആകെ അസ്വസ്ഥനാവുകയാണ്. ശ്രീരാമലക്ഷ്മണന്മാരും വാനര പ്രമാണിമാരും വിഭീഷണനുമെല്ലാം ചേർന്നുകൊണ്ട് സമുദ്രലംഘനത്തിനുള്ള മാർഗം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. വരുണനെ പ്രീതി വരുത്തിയാൽ വഴി തെളിഞ്ഞു കിട്ടും എന്നുള്ള വാനരശ്രേഷ്ഠന്മാരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ത്രൈലോക്യനാഥനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ കിഴക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് 3 അഹോരാത്രം ഓം നമ ശ്രീവരുണദേവായ, ഓം നമ ശ്രീവരുണദേവായ, ഓം നമ ശ്രീവരുണദേവായ എന്ന് ജപിച്ച് വരുണനെ ധ്യാനിക്കുകയാണ്. എന്നിട്ടും വരുണനിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. രാമൻ കോപത്താൽ ജ്വലിക്കുകയാണ്, തൃക്കണ്ണുകൾ ചുമക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണനോട് ശാപബാണങ്ങൾ കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയാണ്. ഈ സമുദ്രത്തെ ഞാനിന്ന് വറ്റിച്ചു കളയും. എൻ്റെ പൂർവികന്മാർ സൃഷ്ടിച്ചതിനെ ഞാൻ ഇല്ലാതാക്കാൻ പോവുകയാണ്. എൻ്റെ ശരകൗശലം ഏവരും കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ബ്രഹ്മാസ്ത്രം കുലക്കുകയാണ്. ഭൂമി കുലുങ്ങി, പർവ്വതങ്ങൾ ഇളകിമാറി, വൃക്ഷങ്ങൾ കടപുഴകി, സൂര്യൻ മറഞ്ഞു, വൻ തിരമാലകൾ ആഞ്ഞു വീശി, ഭയങ്കരങ്ങളായ തിമിംഗലങ്ങളും മുതലകളും മറ്റും കരയിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങി.
അപ്പോൾ ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് ദിവ്യരൂപം പൂണ്ട് കൈനിറയെ രത്നവുമായി വരുണൻ രാമപാദങ്ങളെ തൊഴുത് സ്തുതിക്കുകയാണ്. വരുണസ്തുതിയിൽ കോപമലിഞ്ഞ രാമനോട് വരുണൻ പറഞ്ഞു, അല്ലയോ ജഗന്നാഥ, വടക്കേ ദിക്കിലുള്ള എൻ്റെ ഈ തീരഭൂമിയിൽ വിചിത്രമായ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സുഭിക്ഷതമായ ഒരു ദേശമുണ്ട്. പാപികളായ രാക്ഷസന്മാരാണ് അവിടെ വസിക്കുന്നത്. അങ്ങയുടെ ബാണം വളരെ വേഗം അങ്ങോട്ടേക്ക് അയക്കുക. രാമൻ അപ്രകാരം ചെയ്യുകയും രാക്ഷസരൊക്കെ ചത്തൊടുങ്ങി ക്രമേണ ആ ദേശം ജനപദമായി മാറുകയും ആഭീരം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. വരുണൻ്റെ നിർദ്ദേശപ്രകാരം നളൻ്റെയും നീലൻ്റെയും നേതൃത്വത്തിൽ സേതു നിർമ്മിക്കുവാൻ ആരംഭിച്ചു. 100 യോജന നീളവും 10 യോജന വീതിയുമാണ് സേതുവിന് കണക്കാക്കിയിട്ടുള്ളത്. പർവ്വതതുല്യമായ വാനരന്മാരുടെ വീര്യബലത്താൽ സേതു നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ലോകഹിതത്തിനും പാപപരിഹാരത്തിനും വേണ്ടി വ്യോമകേശനായ പരമേശ്വര പ്രതിഷ്ഠ നടത്തി അതിന് രാമേശ്വരം എന്ന പേരിടുകയാണ് ശ്രീരാമചന്ദ്രൻ. യാതൊരുവൻ ഇവിടെ വന്ന് ഭജിക്കുന്നുവോ അവൻ്റെ ബ്രഹ്മഹത്യാ പാപം പോലും ഇല്ലാതായിത്തീരും. സേതുബന്ധത്തിൽ മുങ്ങി രാമേശ്വരനെ വണങ്ങി കാശിയിലെത്തി ഗംഗാസ്നാനം ചെയ്ത് അവിടെ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം നടത്തി വീണ്ടും സമുദ്രസ്നാനം നടത്തുന്നവൻ എല്ലാ പാപങ്ങളും അടങ്ങി എന്നിൽ സായുജ്യമടയുന്നതാണ്. ശ്രീരാമചന്ദ്രൻ്റെ ഈ അരുളപ്പാടിന് മുമ്പിൽ ഇന്നത്തെ സത്സംഗം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും